മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. ഇത് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ വ്യക്തമാക്കിയ കാര്യമാണ്. ഈ പ്രസ്താവനയ്ക്ക് ശേഷമാണ് രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെത്തുന്നത്. അതായത് രാഹുലിന്റെ ഈ മണ്ഡല പ്രവേശനം സതീശനോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി കാണാം എന്ന് സാരം. ഇതിന് കോൺഗ്രസ് നേതൃത്വത്തിന് പിന്തുണയുണ്ട് എന്നൊരു വിവരം കൂടിയുണ്ട്. ഗുരുതര ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു വന്ന ആ സാഹചര്യത്തിൽ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ നീണ്ട 38 ദിവസങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് എത്തുന്നത്. അടൂരിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന MLA ഇപ്പോഴുള്ള ഈ സഡൻ ആക്ഷൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമോ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ദൃഢനിശ്ചയമോ അല്ല, മറിച്ച് വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കോൺഗ്രസിന്റെ ഈ തമ്മിത്തല രാഷ്ട്രീയമൊക്കെ പാലക്കാട് ജനത കാണണമോ എന്ന ചോദ്യവും ഇതിനൊപ്പം ഉയരുന്നുണ്ട്. വീടടച്ചുപൂട്ടിയുള്ള ഇരിപ്പിന് ശേഷം ഒന്ന് പുറത്തിറങ്ങാൻ ഇടവും വലവും ആളെ നിർത്തേണ്ട അവസ്ഥയായിരുന്നു രാഹുൽ മാങ്കൂട്ടം MLAക്ക്. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തിരുവനന്തപുരത്തെത്തിയപ്പോൾ സംരക്ഷണമൊരുക്കിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമ സജീറാണ്. വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖമാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ വെളിവാകുന്നത്. തലസ്ഥാനത്തെത്തിയപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്ത സജീറിനെതിരെ KPCCക്ക് പരാതി പ്രവാഹമായിരുന്നു. സ്ത്രീവിരുദ്ധ നിലപാടിനൊപ്പം നേതാക്കൾ പരസ്യമായി നിന്നത് യൂത്ത് കോൺഗ്രസിനും ഒരുപോലെ നാണക്കേടുണ്ടാക്കി എന്നതാണ് പ്രധാന വിമർശനം. വർഷങ്ങൾക്ക് മുൻപേ പരാതി നേതൃത്വത്തിന് മുൻപാകെ എത്തിയിട്ടും രാഹുലിനെ ചേർത്ത് പിടിച്ച കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബോധമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്ക് നേരത്തെ മനസ്സിലായതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സജീറിനെതിരെ നടപടിയെടുത്ത കോൺഗ്രസ് നേതൃത്വം നാളിതുവരെയും സ്വീകരിച്ച നിലപാട് തിരുത്തും എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് വെറും പാഴ്മോഹമാണ്. ദേശീയ നേതൃത്വത്തിനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും നൽകിയ പരാതിയിൽ ഇന്നുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങൾ ഈ സ്ത്രീവിരുദ്ധ നിലപാട് തുടരും എന്ന പ്രഖ്യാപനവുമായാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല. സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ്, പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലില്ല. പുറത്താക്കി കോൺഗ്രസിന്റെ ഭാഗമല്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമെങ്കിലും പാലക്കാട് എത്താനും കോൺഗ്രസിന്റെ ക്ലിയർ കട്ട് സപ്പോർട്ടുണ്ട്. നാണക്കേടിന്റെ കൊടുമുടിയിലാണെങ്കിലും മണ്ഡലത്തിൽ എത്തുന്നതിന് മുൻപ് കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിട്ടുണ്ട്. ആദ്യം ജനങ്ങൾ എതിരാണോ എന്നറിയണം. അതിനായി ചില മരണ വീടുകൾ സന്ദർശിച്ചു. കൂടെ ഉണ്ടായിരുന്നതോ KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, ഒപ്പമുള്ള മറ്റേയാൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്. പക്ഷേ മാധ്യമങ്ങളെ കണ്ടാൽ നേതൃത്വം വീണ്ടും പറയും പാർട്ടി നിന്ന് പുറത്താക്കിയെന്ന്, ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിക്കും. പക്ഷേ പ്രവൃത്തി വേറെയാണെന്ന് മാത്രം. രാവിലത്തെ സന്ദർശന പരിപാടികൾക്ക് ശേഷം രാഹുൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും എന്ന് കരുതിയെങ്കിലും മിണ്ടിയില്ല. ശേഷം MLA ബോർഡ് മാറ്റി കോൺഗ്രസ് വാഹനത്തിൽ MLA ഓഫീസിലേക്ക്. മഴ കൊണ്ട് ബോർഡ് നനയേണ്ടെന്ന് കരുതി മാറ്റിവെച്ചതാണെന്നടക്കം പല കാരണങ്ങളും എയറിലുണ്ടെങ്കിലും പാലക്കാട് കാലുകുത്തിയാലുള്ള പ്രതിഷേധങ്ങളെ ഭയന്നാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെയെന്ന് ജനങ്ങൾക്കറിയാൻ പ്രത്യേകം പരീക്ഷയൊന്നും പാസ്സാവേണ്ടതില്ലല്ലോ. വാഹനത്തിന്റെ മുന്നിലും പിന്നിലും യൂത്ത് കോൺഗ്രസ് KSU ഭാരവാഹികളൊക്കെ അകമ്പടിയുണ്ടായിരുന്നു. MLA ഓഫീസിലെത്തിയപ്പോൾ അവിടെയും സംരക്ഷണ കവചവുമായി A ഗ്രൂപ്പിലെ ഷാഫി അനുകൂലികളായ നേതാക്കളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചത്. ഈ നാടകം കളിയിൽ നിന്ന് I ഗ്രൂപ്പും KC ഗ്രൂപ്പും വിട്ടുനിന്നിട്ടുണ്ട്. KC വേണുഗോപാലിന്റെയും VK ശ്രീകണ്ഠന്റെയും എതിർപ്പ് ഇതിലൂടെ വ്യക്തമാണ്. കൂടാതെ രാഹുൽ പാലക്കാട് എത്തിയിട്ടും ലൈംഗിക ആരോപണങ്ങളിൽ മൗനം തുടരുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. ശുദ്ധത വരുത്തേണ്ടത് രാഹുൽ എന്ന് UDF ചെയർമാനും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റുമായ മരക്കാർ മാരായമംഗലം പറഞ്ഞു. ലൈംഗിക ആരോപണം അദ്ദേഹം ചെയ്യേണ്ടതാണ്. അതിന് നമ്മൾ മറുപടി പറയുന്നത് അല്ല. അത് പിന്നെ അയാള് ശുദ്ധത വരുത്തേണ്ടത് അയാളുടെ ബാധ്യതയാണ്. അതേസമയം രാഹുലിന് ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ലെന്നാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറയുന്നത്. നമ്മൾ ബന്ധം ഒരു വിലക്കൊന്നും അദ്ദേഹത്തിന് നമ്മൾ നൽകിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടേക്കുള്ള വരവെന്തായാലും UDFൽ തർക്കം രൂക്ഷമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് മറികടന്ന് രാഹുലിന് പിന്തുണ നൽകുന്ന ഷാഫി പറമ്പിലും കൂട്ടരും മാങ്കൂട്ടത്തിലിനെ വീണ്ടും മണ്ഡലത്തിൽ സജീവമാക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം.